നമസ്കാരം. ഇന്ന് ഞാനൊരു കഥ പറയുകയാണേ. വിശന്ന് വലഞ്ഞ 4 ഭിക്ഷാടകർ ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഭക്ഷണത്തിനായി യാചിച്ചു. അവർ പറഞ്ഞു, രാജാവേ, ഞങ്ങൾ പരമദരിദ്രരാണ്. ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾക്ക് 2 പകലും 2 രാത്രിയും ഭക്ഷണം കഴിക്കാത്തതിനാൽ നല്ല വിശപ്പും ദാഹവുമുണ്ട്. അല്പം ഭക്ഷണവും വെള്ളവും തരാൻ അവിടുന്ന് കനിയണം. രാജാവ് ഓരോരുത്തരെയും മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം നൽകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എന്താണ് സ്വന്തമാക്കിയിരിക്കുന്നത്? അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആദ്യത്തെ യാചകൻ പറഞ്ഞു, എൻ്റെ മുത്തച്ഛനിൽ നിന്നും എനിക്ക് പാരമ്പര്യമായി ലഭിച്ച ചില പഴയ ഫർണിച്ചറുകൾ മാത്രമേ ഉള്ളൂ. അവയ്ക്കിപ്പോൾ യാതൊരു വിലയുമില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും എനിക്ക് ലഭിച്ച കുറച്ച് പഴയ പുസ്തകങ്ങളാണ്. അത് കൊണ്ടിപ്പോൾ ഒരു യൂസും ഇല്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് സ്വന്തമായുള്ളത് എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് പാരമ്പര്യമായി ലഭിച്ച ഒരു പഴയ തയ്യൽ മെഷീൻ മാത്രമാണ്. അതിപ്പോൾ ഉപയോഗശൂന്യവുമാണ്. നാലാമത്തെ യാചകൻ പറഞ്ഞു, എനിക്ക് സ്വന്തമായുള്ളത് എൻ്റെ പിതാവിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച ഒരു കൃഷിഭൂമിയാണ്. അത്രമാത്രം. 4 യാചകരുടെയും വാക്കുകൾ കേട്ടിട്ട് രാജാവ് ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, 4ാമത്തെ യാചകനെ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ 3 പേരോടും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഡൈനിങ് റൂമിൽ 3 പേർക്കുമുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പിയിരുന്നു. മാത്രവുമല്ല, അവരുടെ കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും വാഗ്ദാനം ചെയ്തു. എന്നാൽ 4ാമത്തെ യാചകൻ വിശന്നു വലഞ്ഞു. അവനൊന്നും കൊടുത്തില്ല. അഗാധമായ വേദനയോടു കൂടിയാണ്, ദുഃഖത്തോടു കൂടിയാണ് ആ യാചകൻ അവിടെ നിന്ന് തിരിച്ചു പോയത്. ഇതെല്ലാം കണ്ടിട്ട് രാജാവിൻ്റെ പരിചാരകൻ രാജാവിനോട് ചോദിച്ചു, മഹാരാജൻ, 4 പേരും വിശന്നു വന്നിട്ട് 4ാമത്തെ യാചകന് മാത്രം ഭക്ഷണം കൊടുത്തത് എന്താണ്? രാജാവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരു കൃഷിഭൂമിയുള്ള ഒരാൾക്ക് പട്ടിണിയെക്കുറിച്ച് പരാതിപ്പെടാൻ അവകാശമില്ല. അവനും മറ്റുള്ളവർക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കേണ്ട കൃഷിഭൂമിയാണത്. അവൻ്റെ കൃഷിഭൂമിയിൽ അവൻ വേണ്ട ഭക്ഷണം പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. വാസ്തവത്തിൽ അവൻ തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. ഒരു നിമിഷം ഈ പരിചാരകൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ് മഹാരാജൻ, അവൻ്റെ ശത്രു അവൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ശത്രു നമ്മൾ തന്നെയല്ലേ? എപ്പോഴും നമ്മുടെ ശത്രുവിനെ പുറത്താണ് നോക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ ഒരുപാട് വിജയിക്കണം, വലിയ വിജയങ്ങൾ ഉണ്ടാക്കണം, അന്തസ്സായി ജീവിക്കണം, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെപ്പോഴും നമ്മൾക്ക് തടസ്സങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് മാത്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഉള്ളിലെ ശത്രുവാണ് ആ ജീവിതത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിലെ മിത്രം ജീവിതത്തെ വാല്യൂ ചെയ്യാൻ തുടങ്ങുന്നത്, ആ മിത്രം ജീവിതത്തെ കാണാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. ഡു നോട്ട് ഡൊൽ ഇൻ ടു ദ പാസ്റ്റ്, ഡു നോട്ട് ഡ്രീം ഫോർ ദ ഫ്യൂച്ചർ, കോൺസെൻട്രേറ്റ് ദ മൈൻഡ് ഓൺ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞതൊക്കെ പോകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച എല്ലാ പരാജയങ്ങളും നമുക്ക് മറക്കാം, എല്ലാ തെറ്റുകളും നമുക്ക് ക്ഷമിക്കാം. ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുമില്ല. ഈ നിമിഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ശക്തിയിൽ, എൻ്റെ കഴിവിൽ, എൻ്റെ ആത്മവിശ്വാസത്തിൽ വിശ്വസിക്കാൻ പഠിക്കുക. സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. ഈ നിമിഷം മുതൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖലയിലെ ആദ്യത്തെ ചുവട് വെക്കൂ. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുള്ളതാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.